ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ചാപ്റ്റർ 8. ഈ സാധനം വേറെ എവിടെയും കേട്ടുണ്ടോ നേരത്തെ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, EM വേവ്സ് നേരത്തെ എവിടെയും കേട്ടുണ്ടോ? EM വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് +1 പഠിച്ചേ. +1 EM വേവ്സ്. വേവ്സ് എന്ന ചാപ്റ്റർ പഠിച്ചാണ്. വേവ്സ് ഓസിലേഷൻ. അതിനകത്തെ വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്തുവാണ്. അവിടെ അത് പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് +2 വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിപ്പിക്കുകയാണ്. ഓർമ്മ ഉണ്ടാക്കില്ല? RMI ലക്സ് ജി ഇവിടെ പഠിച്ച +1 പഠിച്ച ആർക്കും ഓർമ്മയുണ്ടോ? RMI ലക്സ് ജി നീ ഇവിടെ പഠിച്ചല്ലോ. ഓർമ്മയുണ്ടോ? അഭിക്ക് ഓർമ്മയുണ്ട്, അതിനേക്ക് ഓർമ്മയുണ്ട്, അനക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോ? RMI ലക്സ് ജി അന്ന് കോഡ് അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ ഉള്ളത്. ശരിക്കും എന്തോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നാ പഠിക്കേണ്ട ഏറ്റവും ആദ്യം. പണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു അപ്പച്ചൻ നിർദ്ദണം വരെ, അതായത് കണ്ട ഈ ഒരു അപ്പച്ചനെ കേട്ടുണ്ടോ? മാക്സ്വെൽ. മാക്സ്വെല് വരുന്നതിന് മുമ്പ് വരെ ആർക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്തുവാന്ന് അറിയത്തില്ലായിരുന്നു. അതിന് മുമ്പ് വരെയുള്ള സയന്റിസ്റ്റുകാർക്ക് ആകെ അറിയാവുന്ന എന്തുവാ? എക്സ്റേ, ഗാമാറേ, കേട്ടുണ്ടോ? റേഡിയോ വേവ്, വിസിബിൾ. ഈ സാധനങ്ങൾ അവർ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക പല സ്ഥലത്തും. അവരെല്ലാം ഇത് പല പല റേസ് ആണെന്നോ അല്ലെ പല പല വേവ് ആണെന്നോ പഠിച്ചു വെച്ചുകൊണ്ടിരുന്നത്, അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാക്സ്വെൽ അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങൾ +2 ഒരു സ്പെക്ട്രം പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ട്? +2 സോറി 10 ഈ ഒരു സ്പെക്ട്രം ഓർമ്മയുണ്ടോ ആർക്കും? ഇതിനെ സ്പെക്ട്രം എന്നാ പറഞ്ഞു അല്ലെ? സ്പെക്ട്രം അല്ലെ? ബാൻഡ് ഓഫ് 7 കളേഴ്സ്. അതിനെ എന്ത് വിളിച്ചത്? സ്പെക്ട്രം. ഈ ഒരു ചാപ്റ്റർ 8 നിങ്ങൾ ഒരു സ്പെക്ട്രം പഠിക്കുന്നുണ്ട്. അതിന് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളുടെ ഒരു സ്പെക്ട്രം പഠിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ +1 തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. +1 ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര ഉണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? പറയാം. ഹൗ മെനി? ഐ വോണ്ട് ടു നോ ഹൗ മെനി. എത്ര ഉണ്ട്? 6. കറക്റ്റാണ്. ചത്തിയാരയിൽ 6 ഉണ്ട്. പിന്നെ 7. അതാരായിരുന്നു? അതെ, നൂറിനാട് 7 എണ്ണം. പിന്നെ നെക്സ്റ്റ് 7 എണ്ണം. പിന്നെ ഇനി ഉത്തരങ്ങൾ വരട്ടെ. ചാപ്റ്റർ കഴിഞ്ഞ സ്കൂളിൽ പോരട്ടെ. എത്ര ഉണ്ട്? മൊത്തം 7 ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ട്. എത്ര? 7. ഇന്ന് പഠിക്കാൻ പോകുന്ന ജസ്റ്റ് 2 ടോപ്പിക് ആയിരിക്കും. ശ്രദ്ധിച്ചു കേട്ടിരുന്നു. 2 ടോപ്പിക്. ഒന്ന്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്തുവാ, ജസ്റ്റ് ഒരു ഇൻട്രോ. അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. പിന്നെ ഈ പറഞ്ഞ EM സ്പെക്ട്രം ഉണ്ടല്ലോ, 7 എണ്ണം വേവ്, അതിന്റെ ഇൻട്രോ മാത്രം. ഓരോ വേവും എന്തുവാ, ഇതിന്റെ യൂസ് എന്തുവാ. എക്സ്റേ കേട്ടുണ്ടോ? എക്സ്റേയുടെ യൂസ് അറിയാമോ? ഗാമാറയുടെ അറിയാമോ? വിസിബിളിന്റെ അറിയാമോ? ഇൻഫ്രാറെഡ്. അപ്പൊ ഇതിന്റെയൊക്കെ യൂസ് ഇതിനകത്ത് പഠിക്കും. ഇതാ പരീക്ഷയ്ക്ക് ചോദിക്കും. സ്റ്റേറ്റുകാർക്ക് ഡയറക്റ്റ് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞു ചോദിക്കും. CBSE-കാർക്ക് ഇതിനകത്ത് ചോദിക്കാൻ പോകുന്ന യൂസ് ഒരെണ്ണം ചോദിക്കും. നിങ്ങൾക്ക് പാർട്ടായിട്ട് 3 പാർട്ടായിട്ടായിരിക്കും ചോദിക്കും. ഒരു ന്യൂമറിക്കൽ കയറി വരും ഇതിനകത്ത്, ചെറിയൊരു ന്യൂമറിക്കൽ. ആകെ 2 ഇക്വേഷൻ 3 ഇക്വേഷൻ പഠിക്കാനുള്ളൂ ഇതിനകത്ത്. പിന്നെ യൂസസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഡയറക്ഷൻ കണ്ടുപിടിക്കും. ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. തുടങ്ങട്ടെ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഒന്നാമത്തെ കാര്യം, എന്തുവാ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? അറിയാമോ? വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? ആ വാക്കി തന്നെ നടക്കുന്നു. പറയാം. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? എന്തോ? എ വേവ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്തോ? എ വേവ് വിച്ച് ഹാസ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് എന്തുവാണ്? CBSE-കാർക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റുകാർ ഇലക്ട്രിക് ഫീൽഡ് വരെ ആയിരിക്കും ഇപ്പോൾ പഠിച്ചു വെച്ചേക്കുന്നല്ലേ. ഇനി പഠിക്കാനുള്ള സാധനം മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും കേട്ടല്ലേ. ഇലക്ട്രിക് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെ, മാഗ്നറ്റിക് പോളുകൾ ഉണ്ടാക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അറിയാമോ? അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ഹാവ് ആൻ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ്. ഈ വേവുകൾക്ക് ഇലക്ട്രിക് ഫീൽഡും കാണും, അറ്റ് ദ സെയിം ടൈം മാഗ്നറ്റിക് ഫീൽഡും കാണും. അത്തരം വേവിനെ സിമ്പിൾ ആയിട്ട് പറയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. പറഞ്ഞാൽ മനസ്സിലായി? അപ്പൊ ഈ വേവിനകത്ത് ഏതൊക്കെ കമ്പോണന്റ് കാണും? ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റും കാണും, മാഗ്നറ്റിക് ഫീൽഡ്. അത് ആ വാക്കി തന്നെ ഡിഫൈൻഡ് ആണ്. അവിടെ തന്നെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായി? ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട്, ഞാൻ ഏറ്റവും ആദ്യം പ്രോപ്പർട്ടീസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഏറ്റവും ആദ്യം പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എങ്ങനെയുള്ളൊരു വേവാണ്? വേവ് എത്ര തരം ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ? 9ാം ക്ലാസ് 9th വേവ്സിനെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? 9th 2 തരം വേവാണ് നിങ്ങൾ പഠിച്ചത് മെയിനായിട്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? പറയാം. ലോഞ്ചിറ്റ്യൂണൽ വേവ് കേട്ടിട്ടുണ്ടോ? ലോഞ്ചിറ്റ്യൂണൽ വേവ്, ട്രാൻസ്വേഴ്സ് വേവ് കേട്ടിട്ടുണ്ടോ? എന്തുവാ ലോഞ്ചിറ്റ്യൂണൽ വേവ്, എന്തുവാ ട്രാൻസ്വേഴ്സ് വേവ്? അറിയാം. ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ പാരലാണെങ്കിൽ, മീഡിയത്തിന് പാരലാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ പറയാം. ലോഞ്ചിറ്റ്യൂഡിലും ട്രാൻസ്വേഴ്സും ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്ലാസ്, അതൊന്നും ഇവിടെ പറയാനുള്ള സമയമില്ല നമുക്ക്.
പ്ലസ് ടു അല്ലേ എന്ന് പറയേണ്ടത്. ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെ എക്സാമ്പിൾ പറയാം, ട്രാൻസ്വേഴ്സിന്റെ എക്സാമ്പിൾ പറയാം. സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂണൽ ആണ്, ട്രാൻസ്വേഴ്സ് ആണ്. എന്തോ ട്രാൻസ്വേഴ്സ്. ലൈറ്റോ പിന്നെ മെക്കാനിക്കൽ വേവ്സ് കേട്ടോ. എന്തോ മെക്കാനിക്കൽ വേവ്സ്? വാട്ട് ആർ മെക്കാനിക്കൽ വേവ്സ്? വേവ്സ് വിച്ച് റിക്വയർ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ആണ്. മീഡിയം ആവശ്യമായി വരുന്ന വേവ്സ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെക്കാനിക്കൽ വേവ്സ്. ആ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടിക്കകത്ത് അത് തന്നെ നമ്മൾ പറയാൻ പോകും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹാസ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതറിയാലോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ എന്തൊക്കെ കാണും? ഇലക്ട്രിക് ഫീൽഡ് കാണും, മാഗ്നറ്റിക് ഫീൽഡ്. ഇനി എന്റെ ചോദ്യം, ഇതിന് എവിടെ വേണമെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യാവും? ഒരു മീഡിയം ഇല്ലാത്ത സ്ഥലത്തൂടെ എനിക്ക് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാ ചോദ്യം. പറ്റൂ? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എക്സാമ്പിൾ ആരൊക്കെയാ എന്ന് പറഞ്ഞു? ആരെയൊക്കെ അറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട്? അൾട്രാ വയലറ്റ് കേട്ടിട്ടുണ്ടോ? യു വി. യു വി എവിടെ നിന്ന് വരുന്നേ? ശരി, ആ സൂര്യൻ ഇങ്ങോട്ട് വന്നിട്ട് മൊത്തം മീഡിയം അല്ലയോ? ആണോ? സ്പേസിലൂടെ കടന്നില്ലയോ വരുന്നത്? മീഡിയം ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നല്ലേ കടന്നത് ഇവിടെ എത്തുന്ന തരത്തിൽ? ആണോ? ആണോ? ഇൻഫ്രാറെഡ് റേ കേട്ടിട്ടുണ്ടോ? ഇൻഫ്രാറെഡ് റേ എന്തോ പ്രത്യേകത? ഇൻഫ്രാറെഡ് റേ ചൂട്, ഹീറ്റ്. ഹീറ്റ് എവിടെ ഉണ്ടോ അവിടെ അല്ല ഇൻഫ്രാറെഡ് റേ അവിടെ അല്ലേ? നമുക്ക് ചൂടെടുക്കാൻ കാരണം എന്താ? ഇൻഫ്രാറെഡ് റേ വരുന്നു, ശരിയല്ലേ? ആണോ? അപ്പൊ ഹോട്ടായിട്ടുള്ള ഏതൊരു ബോഡിയിലും നമുക്ക് ഇൻഫ്രാറെഡ് റേ കണക്ട് ചെയ്യാൻ പറ്റും. കേട്ടോ? ഇൻഫ്രാറെഡ് വിസിബിൾ ലൈറ്റ്, വിസിബിൾ ലൈറ്റ് അല്ലേ? അപ്പം ഏതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനും കടന്നു പോകാൻ പറ്റും. മീഡിയത്തിനകത്തൂടെ, മീഡിയം ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ മീഡിയം ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മീഡിയം ഓൾസോ. അതായത് വാക്യൂത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. മനസ്സിലായി? ക്ലിയർ ആയി? ഒന്നാമത്തെ കാര്യം, ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് ഏതൊക്കെ കമ്പോണന്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡ് കാണും, മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ പ്രത്യേകത, ഇവർക്ക് മീഡിയത്തിന്റെ ആവശ്യമില്ല. മീഡിയം ഇല്ലെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യും. അത് ഏതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നിന്ന് പഠിച്ചു നമ്മൾ ഏതൊക്കെയാണ്? ക്ലിയർ ആയി? സ്റ്റാർട്ടിങ് ഫ്രം റേഡിയോ വേവ്സ് എൻഡിങ് അറ്റ് ഗാമ. അവിടെ നിന്ന് ഒരു സ്പെക്ട്രം തന്നെ ഉണ്ട്, 7 എണ്ണം. ആ 7 എണ്ണം നമ്മൾ പഠിക്കും. ആ 7 എണ്ണത്തിന് എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹാവ് both electric field and magnetic field components. Clear ആയി? അതിന്റെ കൂടെ തന്നെ പറഞ്ഞ പോയിന്റ് എന്താണ്? They do not require a medium for propagation. Medium for propagation. ഞാൻ പറഞ്ഞ മനസ്സിലായി? ഒന്നാമത്തെ പോയിന്റ് ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? നോട്ട് ചെയ്ത് ബുക്കിലോട്ട് ഓരോന്നോരോന്നായിട്ട് നോട്ട് ചെയ്ത് have both electric field and magnetic field components. They do not require a medium for propagation. ഒരു മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല. A medium is not necessary for such kind of a wave. Electromagnetic wave. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആണല്ലോ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചു, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊഡക്ഷൻ എവിടെ ഉണ്ടാകുന്നു? നിങ്ങൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ എക്സ്റേ മെഷീനകത്തുനിന്ന് ദൈവം ഇറക്കുന്നതാണല്ലോ എക്സ്റേ മെഷീനെ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അൾട്രാ വയലറ്റ് പ്യൂരിഫയർ ഒക്കെ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അൾട്രാ വയലറ്റ് പ്യൂരിഫിക്കേഷൻ അല്ലേ നടക്കുന്നത്. നമുക്കപ്പോൾ അൾട്രാ വയലറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമുക്ക് എക്സ്റേ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പറ്റും, എല്ലാ റേയും പറ്റും ഉണ്ടാക്കാൻ. ഗാമ റേ പറ്റുമല്ലോ. അപ്പൊ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ചോദ്യം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? സണ്ണിന്ന് വരുന്ന അവിടെ നിൽക്കട്ടെ, നമുക്കിവിടെ പറ്റുമോ നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ചാർജുകൾ അക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാവും. എന്തോ ആക്സലറേറ്റഡ് ചാർജസ് ഇല്ലേ, അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇനി ചാർജസ് സർക്കുലാർ മോഷനിൽ പോവാണെങ്കിൽ, ചാർജുകൾ സർക്കുലാർ മോഷനിൽ പോകുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഒരു സാധനം നിങ്ങൾ പഠിച്ചു നോക്കുന്നുണ്ടോ? -q + q. എന്തോ സാധനം? ഡൈപോൾ. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊഡക്ഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എക്സ്പെരിമെന്റിൽ. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഓസിലേറ്റ് ചെയ്താൽ എന്തുണ്ടാവും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാവും. ചാർജുകൾ അക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ചാർജുകൾ സർക്കുലാർ മോഷനിൽ പോകുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഇലക്ട്രോമാഗ്നറ്റിക്. ഇതാ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്. ക്ലിയർ ആയി? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ 3 വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പറ്റുമോ? ഏതൊക്കെയാ?
ആക്സലറേറ്റിംഗ് ചാർജസ് അല്ലെ, ആക്സലറേറ്റഡ് ചാർജസ്, പിന്നെ ചാർജസ് ഇൻ സർക്കുലർ മോഷൻ, പിന്നെ അടുത്തത് ഓസിലേറ്റിംഗ് ടൈപ്പ്. പറഞ്ഞ മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇലക്ട്രോമാഗ്നറ്റിക്. ക്ലിയർ ആയോ? ഒരു മാർക്ക് അങ്ങനെ ചോദിച്ചാൽ എഴുതണം കേട്ടല്ലോ. പ്രോപ്പർട്ടീസ് ആണ് ഇമ്പോർട്ടൻ്റ് സാധനം. അപ്പൊ നോക്കി, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം accelerated charges, charges in circular motion, മൂന്നാമത്തെ ഏതാ? ആൻഡ് ഓസിലേറ്റിംഗ് ഡൈപോൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. സെക്കൻഡ് പ്രോപ്പർട്ടി ഇതാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി വായിച്ച് മൂന്നാമത് വെച്ചിരിക്കുന്ന പോയിന്റ്. The direction of oscillation of electric field and magnetic field are perpendicular to each other as well perpendicular to the direction of propagation of electromagnetic wave. എല്ലാം മനസ്സിലായല്ലോ? എന്താ മനസ്സിലായി? ഒന്നും മനസ്സിലായി? വല്ലതും മനസ്സിലായി? ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് എന്തൊക്കെയുണ്ട്? ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും. ശരിയാണോ പറഞ്ഞത്? അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയായിരിക്കും തമ്മിൽ? അത് മാത്രമല്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. കണ്ടേ, ഇലക്ട്രിക് ഫീൽഡ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. മനസ്സിലായി? ഒന്നുകൂടെ കാണിച്ചേക്കാം. നോക്കി, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണോ? ആണല്ലോ. അപ്പം ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓസിലേഷൻ, ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓസിലേഷൻ. ഓക്കെ ആണോ? വേവ് എങ്ങോട്ടാ പോകുന്നത്? പെർപെൻഡിക്കുലർ. ക്ലിയർ ആയോ? ഇത് പെർപെൻഡിക്കുലർ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് പോകുന്നു? വേവ് പോകുന്നു. ഇതാ മൂന്നാമത്തെ പ്രോപ്പർട്ടി. മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ. ഇതാ പെർപെൻഡിക്കുലർ ആയിട്ട് ഓസിലേഷൻ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് പോയിക്കൊണ്ടിരിക്കുക? ശരിയാണോടാ? പറഞ്ഞാൽ മനസ്സിലായോടാ? ഇത് വൈ ആക്സിസ് ആണോ? ഇത് ഇസഡ് ആക്സിസ് എന്ന് വിചാരിക്കും. ഓക്കെ ആണോ? ഞാൻ അങ്ങോട്ടാ പോകുന്നത്? മനസ്സിലായോ? ഇതാ മൂന്നാമത്തെ പ്രോപ്പർട്ടി. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസ്, വൈ ആക്സിസിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ്. പറയണ്ട, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നത്? എങ്ങോട്ടാ? ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാ പോണേ? എക്സിലോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അങ്ങോട്ട് പോകും. ഇതാ മൂന്നാമത്തെ പ്രോപ്പർട്ടി. താണ്ടെ തിരുത്തുവോ? മാറ്റി വെക്കാം. ഇത് ഡയറക്ഷൻ, ഇത് വൈ. ഇസഡിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ്, വൈലോട്ട് ഇലക്ട്രിക് ഫീൽഡ്. പറ, എക്സിലോട്ട് എൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. പറഞ്ഞ മനസ്സിലായി? ഈ ഒറ്റ പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി പരീക്ഷയ്ക്ക്. ക്ലിയർ ആവും. അവർ ചോദിക്കുകയും ചെയ്യും സാർ. ക്ലിയർ ആയി പറഞ്ഞു? അവർ ചോദിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഫിസിക്സിൽ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡയറക്ഷൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഡയറക്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്തുവാ? ഈ വെക്ടർ ക്രോസ് ബി വെക്ടർ, ഈ വെക്ടർ ക്രോസ് അതിന്റെ റിസൾട്ട് ആ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്. നിങ്ങൾ പണ്ട് പഠിച്ച ഓർമ്മയുണ്ടോ? മോഷൻ എപ്ലെയിൻ ആണ്. എ വെക്ടർ ക്രോസ് ബി വെക്ടർ, അതാ ക്രോസ് പ്രോഡക്റ്റ്. അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ആ റിസൾട്ട് എ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും, ആ റിസൾട്ട് ബി വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഒരു റിസൾട്ടന്റ് വെക്ടറിനെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ വെക്ടർ ക്രോസ് ബി വെക്ടർ വെച്ച് കണ്ടുപിടിക്കാമല്ലോ. എങ്കിൽ ഈ ആർ വെക്ടർ ഇല്ലേ, ഇത് ഇതിനും പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇത് ഇതിനും പെർപെൻഡിക്കുലർ. അതായി എഴുതി വെച്ചേക്കുന്നതിന് മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക ആരുമായിട്ട്? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും അറിയാം? ഡയറക്ഷൻ ആരുടെ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ക്ലിയർ ആയി? ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നീറ്റിന്റെ എൻട്രൻസിന് ഒരിക്കലും ചോദിച്ചിട്ടുള്ളതായിരുന്നു. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഇ വെക്ടർ ക്രോസ് ബി വെക്ടർ, ബി വെക്ടർ ക്രോസ് ഇ വെക്ടർ, മൈനസ് ഓഫ് ഇ വെക്ടർ ക്രോസ് ബി വെക്ടർ, നൺ ഓഫ് ദിസ്. ആൻസർ ഏതാ? ഇ വെക്ടർ ക്രോസ് ബി വെക്ടർ. മനസ്സിലായി? ഇലക്ട്രിക് ഫീൽഡ് ഇസഡിലോട്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇസഡിലോട്ട്. ഓക്കെ ആണോ? എക്സിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങോട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? വൈലോട്ട്. മനസ്സിലായി? മൂന്നാമത്തെ മനസ്സിലായ പ്രോപ്പർട്ടി എന്താ പറഞ്ഞേക്കുന്നത്? ഡയറക്ഷൻ ഓഫ് ഓസിലേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കണം തമ്മിൽ? ശരിയാണല്ലോ പറഞ്ഞു. ഇനി അവര് ആർ പെർപെൻഡിക്കുലർ ആയിരിക്കണം, as well perpendicular to the direction of propagation. ആരുടെ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. മനസ്സിലായി? ക്ലിയർ ആയ പറഞ്ഞു? ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അടുത്ത പോയിന്റ്, നാലാമത്തെ പ്രോപ്പർട്ടി, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ നാലാമത്തെ പ്രോപ്പർട്ടി.
the oscillations of electric field and magnetic field are in the same phase. നിങ്ങൾ +1 എങ്ങനെയാണ് ഒരു വേവിന്റെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? y is equal to a sin kx minus omega t. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പ്ലസ് ഒരു 5 കൂടെ ഉണ്ടായിരുന്നു ഇനിഷ്യൽ ഫേസ്. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത് +1. +2 അല്ല, +1 വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്രം. y is equal to a sin kx minus omega t plus 5. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്. അവിടെ a ആംപ്ലിറ്റ്യൂഡ് കേട്ടോ, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. ഇതാ മീൻ പൊസിഷൻ എങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതാ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയാം. എന്തായാലും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് പഠിച്ചു വെച്ചേക്കാം. ഇതേപോലെ E ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ് E0. ഇത് ആംപ്ലിറ്റ്യൂഡാണ്, മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതാ E0. ബാക്കി സൈൻ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി എന്നാണ് നമ്മൾ എഴുതാറ്. ഒന്നി പ്ലസ് അല്ലെ മൈനസ്, നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ മൈനസ് യൂസ് ചെയ്യും, പ്രശ്നം ഉണ്ടാക്കില്ല ഇല്ലല്ലോ. ഇതാ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തുവാ? E ഈസ് ഈക്വൽ ടു E0 സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഓക്കെ ആണോ? ക്ലിയർ ആയ പറഞ്ഞു. എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു? B ഈസ് ഈക്വൽ ടു പറഞ്ഞോ, B0 സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ക്ലിയർ ആയി? ക്ലിയർ ആയി. ഈ സൈനിന്റെ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്ന സാധനം കണ്ടോ? ഇതിനൊരു പേര് വിളിക്കുന്നത് അറിയാം. ഇതിനെ വിളിക്കുന്ന പേര് എന്ത്? ഫേസ്. എന്തുവാ? ഫേസ്. ശരിയല്ലേ? ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചത്. സൈൻ അകത്തുള്ള സാധനത്തിനെ ഫേസ് എന്നാണ് പറയുന്നത്. അത് നോക്കിയിട്ടായിരുന്നു സെയിം ഫേസ് ലാഗ് ചെയ്യും ലീഡ് ചെയ്യും. അത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് പഠിച്ചവർക്ക് മനസ്സിലാവും അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകത എന്താ? സൈനിന്റെ കൂടെ കിടക്കുന്ന രണ്ട് സാധനം സെയിം അല്ലേ? KX മൈനസ് ഒമേഗ ടി, KX മൈനസ് ഒമേഗ ടി. അതിന്റെ അർത്ഥം എന്താ? ഇവർ രണ്ടുപേരും സെയിം ഫേസ്. എങ്ങനെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ആരും ഓസിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. വ്യത്യാസം, രണ്ടുപേരും ഓസിലേറ്റ് ചെയ്യുന്ന എങ്ങനെയാ? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. പക്ഷെ ആ ഓസിലേഷൻ ഇല്ലേ, ആ ഫേസ് സെയിം തന്നെ. ക്ലിയർ ആയ പറഞ്ഞു? ക്ലിയർ ആയ പറഞ്ഞത്. അപ്പോ ദ ഓസിലേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഇൻ ദ സെയിം ഫേസ്. എങ്ങനെയാ മനസ്സിലായ? ഇക്വേഷൻ ആക്കും രണ്ടുപേരെ ഇക്വേഷൻ എഴുതി, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. E is equal to E0 sin kx minus omega, where E0 is maximum value അല്ലെ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയും ഇലക്ട്രിക് ഫീൽഡിന്. അപ്പൊ B0 മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ B is equal to B0 sin kx minus omega. ക്ലിയർ ആണ്? ഈ K എന്ത് വിളിക്കുന്ന ആർക്കും ഓർമ്മയുണ്ട്? +1 K. ഒമേഗ ആരെങ്കിലും ഒരാൾ പറയാം. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി. എന്തുവാ? ആംഗുലാർ ഫ്രീക്വൻസി. 2π ന്യൂ. ഓർമ്മയുണ്ടോ ആർക്കും? 2π ന്യൂ ആംഗുലാർ ഫ്രീക്വൻസി. അപ്പൊ ഇതിനെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. ആംഗുലാർ ഫ്രീക്വൻസി. ഈ കേക്കോ കെ എന്തുവരെന്നറിയാം ഫോർമുല? K 2π/λ. 2π/λ ഇതായിരുന്നു K. ആംഗുലാർ വേവ് നമ്പർ. എന്തുവാ? ആംഗുലാർ വേവ് നമ്പർ. ആംഗുലാർ വേവ് നമ്പർ. ഇതൊന്നും ഇവിടെ എഴുതിയിടണ്ട, ഇതൊന്നും ഇവിടെ വേണ്ട. ശരിക്കും പറഞ്ഞു ഇതൊക്കെ +1 പഠിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊന്നും വേണ്ട സാധനം. ഞാനിവിടെ ഇതിനകത്ത് എടുത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. സാധനം ഓരോന്നും എന്തൊക്കെയാണ്? ആംഗുലാർ വേവ് നമ്പർ, ഇത് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയാണ് പണ്ട് തൊട്ടേ പഠിക്കുന്ന സാധനം. ഒമേഗ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഫ്രീക്വൻസി, അങ്ങനെയാണ് ഒമേഗ യൂസ് ചെയ്യുന്നത്. K ഇവിടെ ആംഗുലാർ വേവ് നമ്പർ 2π/λ. ന്യൂമറിക്കൽ ഉള്ളതായിരുന്നു ഈ വട്ടം +1 പരീക്ഷ കണ്ടുപിടിക്കാനായിട്ട്. ആംപ്ലിറ്റ്യൂഡ് ഇതിനകത്തുനിന്നായിരിക്കും നിങ്ങൾ എഴുതി. ഇതായിരിക്കും നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നിങ്ങൾ എഴുതി. KX-നകത്തുനിന്ന് K കമ്പയർ ചെയ്തിട്ടായിരിക്കും K കണ്ടുപിടിക്കുന്നത്. ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്. ഒമേഗ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി 2π വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കും. +1. ക്ലിയർ ആയി? ഓക്കെ അല്ലേ? നമുക്കിവിടെ എന്ത് മാത്രം മതി? നമുക്കിവിടെ പറയേണ്ടത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി സൈനിന്റെ അകത്ത് കിടക്കുന്ന സാധനം, ആ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ സൈനിന്റെ, അതാ ശരിക്കും ഫേസ് എന്ന് പറഞ്ഞ വേവിന്റെ. എന്തുവാ? ഫേസ്. ഇത് രണ്ടും നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. അപ്പൊ മനസ്സിലായി രണ്ടിന്റെയും ഫേസ് സെയിം ആണ്. അതിന്റെ അർത്ഥം ഇവർ രണ്ടുപേരും ഓസിലേറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരേ ഫേസിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അല്ലെ പറയാം ഒരേ ഫ്രീക്വൻസി. എന്ത് പറഞ്ഞേ? ഒരേ ഫ്രീക്വൻസിയിലല്ലേ ഒരേ ഫേസിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇതാ ഇവിടുന്ന് കിട്ടുന്ന പോയിന്റ്. ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എഴുതി കേട്ടോ. 4ാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ? 5ാമത്തെ പ്രോപ്പർട്ടി. ഇവരുടെ സ്പീഡ് എത്രയാണെന്ന് അറിയാം ആർക്കെങ്കിലും? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എത്രയാണെന്ന് അറിയാം? വാട്ട് അബൌട്ട് സ്പീഡ്? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പറയും. അഭി പറയാം എത്ര സ്പീഡ്?
നല്ല സ്പീഡാണ്. കൊള്ളാം. പറക്കുവാണ്. പറ എങ്ങനാ സ്പീഡ് പറയൂ. ആർക്കും അറിയില്ല, വിവരമുള്ളവരാണ് പറയും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് ഒരാളെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വിസിബിൾ ലൈറ്റ് അല്ലെ? ലൈറ്റ് സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇതാ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്പീഡ്. ക്ലിയർ ആയ പറഞ്ഞത്? പറഞ്ഞ മനസ്സിലായോ? എയറിൽ എത്ര സ്പീഡ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എത്ര എയറിൽ? 3 × ആണോ? വാക്യൂത്തിൽ എത്ര സ്പീഡ്? പറ. വാട്ടറിൽ എത്ര? ശരി, മാറി അങ്ങോട്ട് നിന്നു. മീഡിയത്തിലോട്ട് കയറി. വിഷയവാ. മാക്സിമം സ്പീഡായത് എയറിലും വാക്യൂത്തിലും. വെള്ളത്തിലോട്ട് കയറി കഴിയുമ്പോൾ സ്പീഡ് കുറയും. ഗ്ലാസ്സിലോട്ട് കയറി കഴിയുമ്പോൾ സ്പീഡ് കുറയും. പറഞ്ഞ മനസ്സിലായോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന സാധനം പഠിച്ചായിരുന്നോ 10ാം ക്ലാസ്സിൽ? നല്ലപോലെ അറിയാമെന്ന് മനസ്സിലായി. ക്ലിയർ ആയ പറഞ്ഞു. മീഡിയം മാറുമ്പോൾ ലൈറ്റിന്റെ സ്പീഡും മാറും. ക്ലിയർ ആയോ? മാക്സിമം സ്പീഡ് ലൈറ്റിന് എവിടെ ഉള്ളത്? വാക്യൂത്തിൽ അല്ലെ എയറിൽ. അതാ എത്ര? 3 × 10⁻⁸. പറഞ്ഞ മനസ്സിലായോ? അപ്പോ ഇവിടെ എഴുതാൻ പറ്റുന്നത് ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെ ട്രാവൽ വിത്ത് a speed of c ആണോ? എടാ ഈ സാധനത്തിന്റെ പേര് വിളിക്കും സി, സ്മോൾ സി അല്ലേ? അതല്ല റെപ്രസെന്റ് ചെയ്യുന്നത് വിത്ത് സി which is equal to 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഇൻ വാക്യൂം അല്ലേ? ആണോ? ആണോ? ഓർ എയർ. ഇതാണോ വാക്യൂത്തിന്റെ സ്പെല്ലിംഗ്? അല്ലേ? ഇത് തന്നെയാണ് സ്പെല്ലിംഗ്. നോക്കിയാൽ മതി. നിങ്ങൾ ഈ പറഞ്ഞ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ഏതോ സ്പെല്ലിംഗ് പറയാനുണ്ട്. VACCUU ഇതാണോ? CCUM ആണോ? ഒന്ന് നോക്കണേ വീട്ടിൽ പോയി കേട്ടോ. സ്പെല്ലിംഗ് 99% ആൾക്കാർ തെറ്റിക്കുന്ന സാധനം വാക്യത്തിന്റെ സ്പെല്ലിംഗ് ചോദിക്കും. എത്ര നാൾ ഫിസിക്സ് പഠിക്കുന്നതാണ്, എത്ര നാൾ കെമിസ്ട്രി പഠിക്കുന്നതാണ്, പക്ഷെ വാക്യത്തിന്റെ സ്പെല്ലിംഗ് കൺഫ്യൂഷൻ ആണ്. നോക്കണേ എന്ന് പോയി എന്തോ സ്പെല്ലിംഗ് ആണ്. നിങ്ങൾ പറഞ്ഞാണോ ശരി, ആദ്യം എഴുതിയിട്ടേക്കുന്നതാണോ ശരി? ഇപ്പൊ നോട്ട് ചെയ്യാലോ, റെക്കോർഡ് ഇടുക, നോക്കിയേക്കണേ, എന്നിട്ട് പറയണേ. അപ്പോ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവും എയറിലും വാക്യത്തിലും സഞ്ചരിക്കുന്ന സ്പീഡ് എത്രയായിരിക്കും? 3 × 10⁻⁸. പക്ഷേ ഇതൊരു മെറ്റീരിയൽ മീഡിയത്തിലേക്ക് കയറുമ്പോൾ, എത്രയായിരിക്കും സ്പീഡ്? അതാ. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ 3 × 10⁸ മീറ്റർ/സെക്കൻഡിൽ ഇത് എങ്ങനെ കിട്ടി? എന്തെങ്കിലും ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്ത് കിട്ടിയതായിരിക്കണമല്ലോ. എങ്ങനെ കിട്ടിയെന്ന് പറയാമോ? ഇതിനകത്തിരിക്കുന്നു. ഞാൻ ആൻസർ പ്രതീക്ഷിക്കുന്ന CBSE അറിയുന്ന, കാരണം ഞാൻ സ്റ്റേറ്റ് കാരെ പഠിപ്പിച്ചില്ല. അല്ലാതെ ഈ ഫ്രണ്ട് ഇരിക്കുന്നവരെല്ലാവരും പറഞ്ഞു അത്ര ബുദ്ധിമുട്ടാണ്. പിന്നെ പുറകിലിരിക്കുന്ന ആള് പറയൂ. പകുതി പേര് ക്യാമ്പിന് വേണ്ട, 10-15 പേര് വരാനുണ്ട്. അവരെല്ലാം ക്യാമ്പ് അവിടെ ഇടയ്ക്ക് പോയി അവരുണ്ടാണെങ്കിൽ പിന്നെ അവർ തകർത്താണ്. പറഞ്ഞു കറക്റ്റാ, അതായിരുന്നു എനിക്ക് വേണ്ടത്. C = പുറകിന് ആൻസർ വന്നിട്ടുണ്ടേ 1/√ε0 μ0. ഇതാണ് ആൻസർ. ഓർമ്മയുണ്ടോ ഈ ഇക്വേഷൻ? മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം CBSE-കാർക്ക് ഓർമ്മയാണ്. C = 1/√ε0 μ0. അന്ന് പറഞ്ഞതാ സ്പീഡ് ഓഫ് ലൈറ്റ് ഇങ്ങനെ കിട്ടുന്നത്. എത്ര ε0യുടെ വാല്യൂ? 8.854 × 10⁻. μ0യുടെ വാല്യൂ എത്ര? 4π × 10⁻⁻. ഇട്ട് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. ഇങ്ങനെ ആൻസർ കിട്ടുന്നത്. ഇത് ഓർമ്മയുണ്ടോ ആർക്കില്ല? ε0 എന്തുവാണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇത് μ0. മാഗ്നറ്റിസം വരത്തില്ലേ, അവിടെ നമ്മൾ ε0 അല്ല യൂസ് ചെയ്യുന്നത്, പിന്നെയോ μ0. ഇതിനെന്തോ പറഞ്ഞത്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് μ0. എവിടെ? മാഗ്നറ്റിസത്തിൽ. ക്ലിയർ ആയ പറഞ്ഞു. അപ്പൊ ഈ ഇക്വേഷൻ ആണ് 1/√ε0 μ0. ഡൗട്ട് ഉണ്ടോ ആർക്കും? എടാ ഡൗട്ട് ഉണ്ടോ? അപ്പൊ C = 1/√ε0 അതിലിട്ട് കൊടുക്കുമ്പോൾ വാല്യൂ കിട്ടും. ക്ലിയർ ആയ? ഇനി നമുക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഒരു മീഡിയത്തിലേക്ക് കയറിപ്പോയാൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വാട്ടറിനകത്തൂടെയോ ഗ്ലാസിനകത്തൂടെയോ കെറോസിൻ എന്തെങ്കിലും ഹണി എന്തെങ്കിലും ഒരു മീഡിയത്തിനകത്തൂടെ കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് എങ്ങനെയാണ്? അറിയാം ആർക്കെങ്കിലും? സ്കൂളിൽ കഴിഞ്ഞവർക്ക് അറിയാം? അറിയില്ല? ശരി, 1/√ε0
പുറകെ അമൽ പറഞ്ഞ പോലെ ആ മീഡിയത്തിന്റെ എപ്സിലോൺ എം അല്ലെ, എപ്സിലോൺ എം ഇൻറ്റു മ്യൂ എം ആണോ, എപ്സിലോൺ എം മ്യൂ എം, അല്ലെങ്കിൽ പറയാം ഇതിനെ എപ്സിലോൺ ആർ മ്യൂ ആർ. കേട്ടുണ്ടോ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിബിലിറ്റി. ഇനി പറ, ഇതിനൊന്ന് മാറ്റാൻ പറ്റുമോ? 1/√നകത്ത് ഇത് എപ്സിലോൺ എം അല്ലേ, അല്ല പറയാം എപ്സിലോൺ ആർ ആണ്. ഇതിനെങ്ങനെ മാറ്റാൻ പറ്റും? റിലേറ്റീവ് എപ്സിലോൺ ബൈ ആണോ, അങ്ങനെയാണെങ്കിൽ മ്യൂ ആറിനെ എങ്ങനെ മാറ്റാൻ പറ്റും? മ്യൂ ബൈ ആണോ? ശരിയാണോ? ആണോ? ഇങ്ങനെയാണോ? ആണോ? ശരി. ഇത് 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 പഠിക്കുന്നതാണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്. ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചല്ലേ? ആണല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഞാനിവിടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റേറ്റ് ആർക്ക് എടുത്തവർക്ക് ഈ ഇക്വേഷൻ പഠിപ്പിച്ചാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പം ഇ എമ്മിനുള്ള ഇക്വേഷൻ കിട്ടുമോ? എപ്സിലോൺ എം ഇക്വേഷൻ കിട്ടുമോ? എന്ത് കിട്ടുന്നത്? എപ്സിലോൺ ആർ എപ്സിലോൺ സീറോ. എന്തുമായിരിക്കും? മ്യൂ എം കിട്ടാൻ പോകുന്നത് മ്യൂ സീറോ. മാറ്റി പറ, ഇവിടെ എപ്സിലോൺ എം അല്ലേ, എന്തെഴുതും? എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ. മ്യൂ എമ്മിന് പകരം മ്യൂ സീറോ മ്യൂ ആർ. ഓക്കെ ആണോ? ഇങ്ങോട്ട് നോക്കി, 1/√നകത്ത് ഞാൻ എപ്സിലോൺ ആറും മ്യൂ ആറും കടക്കട്ടാകും. ഒരു റൂട്ട് കൂടെ എഴുതിയിട്ട് എപ്സിലോൺ സീറോ മ്യൂ സീറോ എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഈ സാധനം എന്തോ ഇത്രയും, ഈ സാധനം സി ആണോ? ആണോ? അങ്ങനെയാണ് C/√. എപ്സിലോൺ ആർ മ്യൂ ആർ. കിട്ടിയോ? ഇതാ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം. ആ മീഡിയത്തിന് എന്തറിയണം നിങ്ങൾ? ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അറിയണം, റിലേറ്റീവ് പെർമിബിലിറ്റി അറിയണം. അത് തന്നിട്ടുണ്ടെങ്കിൽ സിയുടെ വാല്യൂ അറിയാലോ, എത്ര? 3 × 10⁸ ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. ഇതിനെ വേറെ രീതിയിൽ എഴുതാറുണ്ട്, C/N. V is equal to C/N. ഇങ്ങനെ സാധനം ഓർക്കുന്നുണ്ടായിരുന്നു? നോസ്റ്റാൾജിയ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല എഴുതുന്നത് N is equal to C/V. ഓർക്കുന്നുണ്ടോ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓർക്കുന്നില്ല? റേ ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിനകത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട സാധനം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എങ്ങനെ കിട്ടി C/N എന്നുള്ളത് അടുത്ത ചോദ്യം. പറയാം എങ്ങനെ കിട്ടിയത്? എങ്ങനെ കിട്ടി? C/V എന്തുവാടാ? V എന്തു കിട്ടിയേക്കുന്നത്? ഇവിടെ V എന്തു കിട്ടിയേക്കുന്നത്? C/√. എപ്സിലോൺ ആർ മ്യൂ ആർ. സിയെ കൊണ്ടുപോയോ? മണ്ടയ്ക്ക് വരട്ടെ. അപ്പൊ √ എപ്സിലോൺ ആർ മ്യൂ ആർ. ഇതാണോ N? ആണോ? അണ്ട അതിലൂടെ റൂട്ടിനെ √. എന്തുവാ? എപ്സിലോൺ ആർ മ്യൂ ആർ അല്ലേ? ഇതിന് വരെ N എന്നങ്ങ് എഴുതിയാ പോരെയെന്ന് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. N is equal to C/V ആണെന്നറിയാവോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് C ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ഇല്ലേ, അതല്ലേടെ ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. C/√. മ്യൂ ആർ എപ്സിലോൺ ആർ. ഓക്കെ ആണോ? സിയെ കൊണ്ടുപോയോ? ഈ 1/, എന്നല്ലേ കിടക്കുന്നത്? ഈ സാധനം ന്യൂമറേറ്ററി വരത്തില്ലേ? അപ്പൊ N നിങ്ങൾക്ക് എന്തോ കിട്ടാൻ പോകുന്നത്? √ എപ്സിലോൺ ആർ മ്യൂ ആർ. അപ്പൊ ഇതിന് പകരം എന്ത് എഴുതിയാ മതി? N എന്ന് എഴുതിയാ പോരെ? അപ്പൊ നിങ്ങൾക്ക് V എന്ത് കിട്ടി? C/N കിട്ടിയോ? ക്ലിയർ ആയോ? NCERT ഇവിടം വരെ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അതോടെ പറഞ്ഞത് ഹെൽപ്പ് ചെയ്യും ഭാവിയിൽ. എഞ്ചിനീയറിംഗ് എക്സാം ഒക്കെ എഴുതാൻ മുമ്പ്, JEE ഒക്കെ എഴുതാൻ മുമ്പ് ആ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് പെട്ടെന്ന് ആൻസർ കിട്ടും. ഒരു മിനിറ്റ് കൊണ്ട് ആൻസർ ഒക്കെ കിട്ടും പെട്ടെന്ന്. അവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇനി തരുമോ? അവർ ചോദിക്കും എത്രയാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഞാൻ വെലോസിറ്റി പറയുക, ലൈറ്റിന്റെ വെലോസിറ്റി 1.5 × 10⁸ m/s ആണെന്ന് പറയാം. ഒരു മീഡിയത്തിലൂടെ എന്റെ ലൈറ്റ് കയറിപ്പോയപ്പോൾ ഇത്രയും സ്പീഡായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് പറയാമോ? നിങ്ങൾക്ക് പറയാമോ? പറ. V is equal to C/N ആണോ? N is equal to C/V. C എത്രയാണെന്നറിയാവോ? V എത്ര തന്നിട്ടുണ്ടോ? ആണോ? കൊണ്ടുപോയോ? 10⁻²10⁻². 3/1.5 എത്ര? 2 അല്ലേ? 2 ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കിട്ടിയ ആൻസർ.
പറഞ്ഞേ ഉള്ളൂ. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ റേ ഒപ്റ്റിക്സ് വരുമ്പോൾ വീണ്ടും ഈ സാധനം റിപ്പീറ്റ് ചെയ്യപ്പെടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടോപ്പിക് അപ്പോഴും ഇത് തന്നെ ആയിരിക്കും ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. മനസ്സിലായി? ക്ലിയർ ആണ്? ശ്രദ്ധിച്ച ഇങ്ങോട്ട്. എന്റെ ചോദ്യം, വാക്യൂത്തിൽ അല്ലെ എയറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ സ്പീഡ് എത്ര ആയിരിക്കും? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി മീഡിയത്തിലേക്ക് കയറി പോകുമ്പോൾ മാറും, കഥ മാറും. അത് ഓരോ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മീഡിയത്തിന്റെ എപ്സിലോൺ ആറിനെയും പിന്നെ മ്യൂ ആറിനെ ഡിപ്പെൻഡ് ചെയ്യും. ശരിയല്ലേ പറഞ്ഞത്? അങ്ങനെ നമ്മൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം കണ്ടുപിടിച്ച് വെച്ചു. എത്ര? C/√ε r മ്യൂ ആർ. എപ്സിലോൺ ആർ അവിടുന്ന് സിമ്പിൾ ആയിട്ട് എന്തോ എഴുതി വെച്ചു? C/n എന്നും കൂടി എഴുതി വെച്ചു അല്ലേ? C/n ഇവിടെ പോയി C/v C/c/, കാരണം ഈ സാധനം ഉണ്ടല്ലോ ഈ താഴെ കാണാൻ √ε r മ്യൂ ആർ. അതെന്തുവാ? തെളിയിച്ചായിരുന്നല്ലോ. എങ്ങനെ കിട്ടിയത്? ഓക്കെ ആണോ? അത്രയും മാത്രമേ എഴുതി കിട്ടോ ബുക്കിൽ. ഇങ്ങോട്ട് നോക്കിയേ. 6th പ്രോപ്പർട്ടിയാണ് അടുത്ത് പറയുന്നത്. എത്രാമത്തെ? 6th one. E0/B0 is C. എന്തോ? E0/B0 is C. ഈ C എന്തോ നിങ്ങൾക്ക് അറിയാം? എന്തോ C? സ്പീഡ് ഓഫ് ലൈറ്റ്. സ്മോൾ സി ആണ്. ക്യാപിറ്റൽ സി വേറെ സാധനം അറിയാലോ, കപ്പാസിറ്റൻസ് അല്ലേ? ശരി. E0 എന്തുവായിരുന്നു? ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് അല്ലേ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതോ? ആംപ്ലിറ്റ്യൂഡ് ഓഫ്. അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവും. റേഷ്യോ ഓഫ് അല്ലേ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സി അല്ലേ? ആണോ? അപ്പൊ എന്റെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് E0യുടെ വാല്യൂ തന്നാൽ 5 ന്യൂട്ടൺ പെർ കൂളം. ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് ആണല്ലോ, ന്യൂട്ടൺ പെർ കൂളം. സംശയമില്ലല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് B0 എത്രയാണെന്ന് പറഞ്ഞു തരാൻ സാധിക്കും? പറ്റുമോ? എത്രയായിരിക്കും? കണ്ടുപിടിക്കേണ്ടത് B0 അല്ലേ? C എന്ന താഴെ കൊണ്ടുപോകും. ആണോ? അപ്പോ E0/C ആയിരിക്കുമോ? ആണോ? E0 5 അല്ലേ? ബൈ 3 പറഞ്ഞ മനസ്സിലായി? ക്ലിയർ ആയ പറഞ്ഞു? ഇത് ഇൻറ്റു പവർ ആയിരിക്കും വരുന്നത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായ? അതിനുവേണ്ടിയാ ഇത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ. ക്ലിയർ ആയ? ചിലപ്പം B0 ആയിരിക്കും തരുന്നത്, E0 കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ E0 വന്നിട്ട് B0 കണ്ടുപിടിക്കാൻ പറയും. പറഞ്ഞ മനസ്സിലായി? കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ മാത്രം. ക്ലിയർ ആയ? സംശയം ഉണ്ടാക്കിയത്? അപ്പോ ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് C. വാട്ട് ഈസ് C? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഓർ എത്ര? അത് ക്ലിയർ ആയി? എഴുതിയിട്ടു. ആറാമത്തെ പ്രോപ്പർട്ടി എഴുതി. ഇനി ഇതിങ്ങനെ എഴുതിയ വല്ല കുഴപ്പമുണ്ടോ? 1/√ε0 μ0. ഇല്ല. ഇങ്ങനെ എഴുതിയ കുഴപ്പമുണ്ടോ? ഉണ്ടോ? കാരണം C എന്ന് പറഞ്ഞാൽ എത്ര അറിയാമല്ലോ? 1/√ε0 μ0 അല്ലേ? ആണോ അർജുനെ? ആ എഴുതിട്ടോ. ഹലോ ആറെണ്ണം ഏതൊക്കെയാ പറഞ്ഞത്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തുവായിരുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഹാവ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ആൻഡ് ദേ ഡു നോട്ട് നീഡ് മീഡിയം ഫോർ. ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടോ? എന്തോ? ആക്സലറേറ്റഡ് ചാർജുകൾ ചാർജ് ഇൻ സർക്കുലർ മോഷൻ ഓസിലേറ്റിംഗ് ലൈൻ എന്തുണ്ടാക്കും? ഇലക്ട്രോ മാഗ്നറ്റിക്. 3 ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഓസിലേഷൻ തമ്മിൽ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ. അത് എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? പ്രൊപ്പഗേഷൻ ഓഫ് EMF അല്ലേ? അതിന്റെ ഡയറക്ഷൻ. ക്ലിയർ ആയോ? പിന്നെ അടുത്ത പറഞ്ഞ പ്രോപ്പർട്ടി എന്തുവായിരുന്നു? എന്തോ? ഓസിലേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഓൺ ദ സെയിം ഫേസ്. രണ്ടുപേരെയും ഫേസ് എങ്ങനെ ആയിരിക്കും? സെയിം. ഫ്രീക്വൻസി എങ്ങനെ ആയിരിക്കും? സെയിം. ക്ലിയർ ആയോ? പിന്നെ നെക്സ്റ്റ് സ്പീഡ് ഓഫ് അല്ലെ ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ഇൻ വാക്യൂം ഓർ എയർ വിത്ത് എ സ്പീഡ് ഓഫ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. But velocity of light in a material medium V is equal to C/√ε r μ r. Clear ആയോ? അത് കഴിഞ്ഞ് പറഞ്ഞ പ്രോപ്പർട്ടി ഏതാ? റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു C അല്ലേ? E0/B0 is equal to C. Clear? ഏഴാമത്തെ പ്രോപ്പർട്ടി. They obey അങ്ങനെ എഴുതിയാണ്. Obey principle
ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. കേട്ടുണ്ടോ ഈ സാധനം? കേട്ടുണ്ടോ? നീ പറയാൻ കേട്ടില്ലായിരുന്നു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ കേട്ടിട്ടില്ല? ഇലക്ട്രിക് ഫീൽഡ് ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടായിരുന്നു ഇല്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്ന്? E1 plus E2 plus E3 plus etc. En അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു മെനി ചാർജസ് അല്ലേ? ആഡ് ചെയ്ത് പോയാൽ മതി അല്ലേ? എടാ കുറെ ചാർജ് ഉണ്ട്, കുറെ ചാർജ് പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അറിയാൻ വേണ്ടി ഓരോ ഇൻഡിവിജ്വൽ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡില്ലേ ആഡ് ചെയ്ത് പോയാൽ മതി. അതല്ലേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? അത് ആരും ഒബേ ചെയ്യുന്നുണ്ട്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒബേ ചെയ്യുന്നു. ക്ലിയർ ആയ? പോയിന്റ് ക്ലിയർ ആയ? എഴുതിയിട്ട് ഒരു കാര്യം കൂടെ, ദേ ഓൾസോ ഷോ ഇങ്ങനെ സാധനം നിങ്ങൾ കേട്ടുണ്ടോ? കേട്ടുണ്ടോ? ഇങ്ങനെ സാധനം കേട്ടുണ്ടോ? കേട്ടുണ്ടോ? ഇങ്ങനെ സാധനം ഇന്റർഫറൻസ് ഇല്ല, കേട്ടില്ല. ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ ഒന്നും കേട്ടില്ല. കേട്ടുണ്ട്? നിങ്ങൾ ഈ തുണിയൊക്കെ കഴിയുന്ന സമയത്ത് അതൊക്കെ ഉണ്ടാകുമ്പോൾ ബബിളിനകത്ത് റെയിൻബോ കുറെ ഫിലിംസ് ഒക്കെ ഉണ്ടാകുന്ന കളർ ഫിലിംസ് ഇല്ല, കേട്ടില്ല? പഠിക്കും. വേവ് ഓപ്റ്റിക്സ് ഈ വർഷം റേ ഓപ്റ്റിക്സ് കഴിഞ്ഞ് വേവ് ഓപ്റ്റിക്സ് പഠിക്കും. അവിടെ പറയും ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഏതാ? ഡിഫ്രാക്ഷൻ. ഇതും കേട്ടില്ലായിരിക്കുമല്ലോ? ഇതും കേട്ടില്ലായിരിക്കണമല്ലോ. കേട്ടോ? പോളറൈസേഷൻ ഇല്ല. ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണ്. ഓരോ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എനിക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തായിരിക്കും 10ൽ. റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ ഉറപ്പാ. അവിടെ പക്ഷേ ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും സൈഡിൽ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു NCERT. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇന്റർഫറൻസ് ഡിഫ്രാക്ഷൻ എന്തുവാണ്. പോളറൈസേഷൻ, ഈ 3 ഫിനോമിന ഉണ്ടല്ലോ. ഏതൊക്കെയാ? ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. ഇത് +2 ഒരു ചാപ്റ്റർ കിടപ്പുണ്ട്. ഏതാ? വേവ് ഓപ്റ്റിക്സ്. ഓപ്റ്റിക്സ് മീൻസ് ലൈറ്റ്. ലൈറ്റ് ഈസ് ട്രീറ്റഡ് as വേവ് ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സോ? ലൈറ്റ് ഈസ് ട്രീറ്റഡ് as റേ. അപ്പൊ റേ ഓപ്റ്റിക്സ് സ്കൂളിൽ പഠിപ്പിച്ചോ? റേയും വേവ് ഇല്ല, നിങ്ങൾ കഴിഞ്ഞില്ല. ഓക്കെ അല്ലേ? അപ്പം ഇത് ഇപ്പം തൽക്കാലം എന്തോ ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ ചോദ്യം വേണ്ട. അത് ഈ വർഷം തന്നെ പഠിക്കും. എന്തുവാണ്? റിഫ്ലക്ഷൻ അറിയാലോ അല്ലേ? When a light falls on a particular medium and if it bounces back to the same medium, it is called reflection. Refraction എന്തായിരുന്നു? ബെൻഡിങ് ഓഫ് ലൈറ്റ് അല്ലേ? ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. denser to rarer medium, rarer to denser medium, towards normal, away from normal. ഓക്കെ ആണോ? എഴുതി. ഇതാ 7ാമത്തെ പ്രോപ്പർട്ടി. ഇത് അത്ര ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞു വെച്ചു. They obey principle of superposition of waves, also show reflection, refraction, interference, diffraction, polarization. ഇത്രയും സാധനം അവർ കാണിക്കാറുണ്ട്. ഇത്രയും ഫിനോമിന. ലൈറ്റ് കാണിക്കുന്നില്ല, ലൈറ്റ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ലൈറ്റ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും പോളറൈസേഷനും എല്ലാം കാണിക്കുന്നുണ്ട്. ലൈറ്റ് EM വേവ് ആണ്. അപ്പൊ EM വേവ് ഇതെല്ലാം കാണിക്കുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ? ലൈറ്റിലെ ലൈറ്റ് കാണിക്കുന്ന പ്രോപ്പർട്ടീസ് ഏതല്ല? ലൈറ്റ് എന്തു? EM വേവ് അല്ലേ? ആണ് അല്ലേടാ? ഇത് പറഞ്ഞപ്പോഴാ മിന്നലിന്റെ സ്പീഡ് എത്ര? മിന്നലിന്റെ സ്പീഡ് എത്ര? 3 ഇടിമിന്നൽ. സൗണ്ട് ആണോ ആദ്യം എത്തുന്ന? ലൈറ്റ് ആണോ ആദ്യം? ഞങ്ങൾ സൗണ്ട് കേൾക്കുമോ അതോ ലൈറ്റ് കേൾക്കും? ചിലർ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ, അതിന് പ്രത്യേകതര. ശരി, ഇനി ചോദ്യം, സൗണ്ടിന്റെ സ്പീഡ് എത്ര? സൗണ്ടിന്റെ സ്പീഡ്. ലൈറ്റിന്റെ സ്പീഡ് അറിയാമല്ലോ, സൗണ്ടിന്റെ സ്പീഡ് ഇതിനേക്കാൾ കുറവായിരിക്കും. അത് കൊള്ളാം, അറിഞ്ഞിരിക്കേണ്ട സാധനം. +1 343 മീറ്റർ പെർ സെക്കൻഡ്, അല്ലെ 340 എന്നൊക്കെ ചില പറയാറുണ്ട്. 343 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 343 മീറ്റർ കൂടും. ആ സമയത്ത് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് 3 × 10⁸ മീറ്റർ. ഇതെത്ര? എത്ര? ചുമ്മാ ചോദിച്ചു കേട്ടോ. ഇതൊന്നും പരീക്ഷയ്ക്ക് വരാൻ വേണ്ടിയല്ല, ഞാൻ അല്ലാതെ ചോദിച്ചത്. 343 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 343 മീറ്റർ സഞ്ചരിക്കും സൗണ്ട്. ലൈറ്റിന്റെ വേഗം നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒറ്റ പ്രോപ്പർട്ടി ഉണ്ട്. 8ാമത്തെ ഓർമ്മയോടെ വെച്ചു കയ്യിൽ. ഓർമ്മ കൂടുതലിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഈ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇല്ലേ, ഇവര് വല്ല എനർജി ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. സൗണ്ട് എനർജി ക്യാരി ചെയ്യുന്നുണ്ടോ? സൗണ്ട് എനർജി ക്യാരി ചെയ്യുന്നുണ്ടോ?
ഇല്ലേ? ലൈറ്റ് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. ലൈറ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് എന്താണെന്നറിയോ? സ്റ്റേറ്റ്മെന്റ് ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. സൗണ്ട് പഠിച്ചപ്പോൾ അത് തന്നെ പഠിച്ചു. നിങ്ങൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയത് സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. അത് തന്നെ ആയിരിക്കും നോട്ട്ബുക്കിൽ ഏറ്റവും ആദ്യം വെച്ചിട്ടുണ്ട്. ശരിയാണോ? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് ക്ലിയർ ആയ. അതേപോലെ ഈ പറഞ്ഞ വേവ്സ് ഇല്ലേ, വേവും ക്യാരി ചെയ്യുന്ന എന്തുവാ? എനർജി തന്നെ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വേവ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൊണ്ടുവന്നു? എനർജി. മൊമെന്റവും കൊണ്ടുവരാറുണ്ട്. എന്തുവാ മൊമെന്റം? വാട്ട് ഈസ് മൊമെന്റം? പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, MV. കേട്ടോ? ആണല്ലോ. അപ്പൊ കണ്ടേ, ഇങ്ങോട്ട് നോക്കിയോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, EM വേവ്സ്, ശ്രദ്ധിച്ചോ. ട്രാൻസ്പോർട്ട് ലീനിയർ മൊമെന്റം as it passes through vacuum or air. വാക്യത്തിലൂടെയോ എയറിലൂടെയോ ട്രാവൽ ചെയ്ത് EM വേവ് പോകുമ്പോൾ അതെന്തൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്? ലീനിയർ മൊമെന്റം. എന്തുവാ? ലീനിയർ മൊമെന്റം എന്നാണ് മൊമെന്റം. ആ ലീനിയർ മൊമെന്റം എത്ര ആണെന്ന് അറിയാവോ? U/c. എന്തുവാ? U/c. അപ്പൊ ചോദ്യം എങ്ങനെ കിട്ടി U/c? അല്ലേ? അതല്ലേ നിങ്ങളുടെ ചോദ്യം. എങ്ങനെ കിട്ടി മൊമെന്റം U/c ആണ്? അതിന് നിങ്ങൾ +1 കെമിസ്ട്രിയിലെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന ചാപ്റ്റർ അറിയണം. അതറിയത്തില്ലെങ്കിൽ ഇവിടെ +2 വീണ്ടും പഠിക്കാൻ കിടക്കും. ഫിസിക്സിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ശരിക്കും ഈ പറഞ്ഞ സെക്കൻഡ് ടെക്സ്റ്റ് പഠിക്കാൻ കിടക്കുന്ന സാധനം പകുതിയും കെമിസ്ട്രിയാണ്. ആറ്റംസ്, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ഇതൊക്കെയാണ് പഠിക്കാൻ കിടക്കുന്ന ചാപ്റ്റർ ഫിസിക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് +1 പഠിച്ചു കഴിഞ്ഞതാണ്. ക്ലിയർ ആയോ? അതാ പകുതിയും കിടക്കുന്നത്. പിന്നെ ആ ഇനി ഫിസിക്സ് എന്ന് പറയാനുള്ളത് റേയും വേവും ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിനകത്ത് സെമി കണ്ടക്ടർ പകുതിയും വെട്ടിക്കളഞ്ഞു. സെമി കണ്ടക്ടർ ആകെ പകുതി വരെ പഠിക്കാനുള്ളൂ. റെക്ടിഫയർ വരെ, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞു. ആംപ്ലിഫയർ കേട്ടോ? ആംപ്ലിഫയർ എന്ത്? ആംപ്ലിഫയർ നിങ്ങൾ ആംപ്ലിഫയർ കണ്ടുണ്ടോ? എന്തോ ആംപ്ലിഫയർ? മൈക്ക് ആംപ്ലിഫയർ. മൈക്ക് മതി, അത്ര മതി, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതാ സാധനം ഇല്ലേ? അത് തന്നെ. നിങ്ങൾ പതുക്കെ പറഞ്ഞാലും ഉറക്കെ കേൾക്കും ഇല്ലേ? എനിക്ക് വലിയ അബദ്ധമൊക്കെ പറ്റിയിട്ടുള്ള പതുക്കെ പറഞ്ഞ് വലിയതായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാർ. P=U/c എങ്ങനെ കിട്ടി? P=U/c ഇങ്ങനെ ഒരു ഫോർമുല ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ലാംഡ =h/p. ഇങ്ങനൊരു ഫോർമുല ഓർമ്മയുണ്ടോ? ഉണ്ടോ? h/p ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ലാംഡ വേവ് ലെങ്ത്, h/p. h എന്തുവായിരുന്നു? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓർമ്മയുണ്ടോ? P മൊമെന്റ്. ഇനി ഇങ്ങനെ ഒരു സാധനം ഓർമ്മയുണ്ടോ? എനർജി h/nu. ക്വാണ്ടം തിയറി റീപ്രൊഡക്റ്റീവ് അല്ല, ക്വാണ്ടം തിയറി. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ ക്വാണ്ടം തിയറിക്കകത്ത് പറഞ്ഞുണ്ട് എനർജീസ് ആർ റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ് അല്ലേ? ഈച്ച് പാക്കറ്റ് ഈസ് ക്യാരിങ് an energy of hν. ക്വാണ്ടം അതന്നെ, ക്വാണ്ടം എനർജി hν ആണോ? ഇതിനെ ഇങ്ങനെ എഴുതാവോ? hc/λ എഴുതാവോടാ? അത് ശരി, ഇങ്ങനെ എഴുതാവോ? എനർജി hc/λ. ഇതെന്തു? ന്യൂ ഈസ് ഈക്വൽ ടു c/λ അല്ലേ? ഇനി ഞാൻ പറഞ്ഞുതരാം. ഇല്ല, ഓർമ്മയില്ല? c is equal to nu lambda. ഓർമ്മയുണ്ടോ? c is equal to nu lambda. വേവ് ഇക്വേഷൻ +1 വേവ് ഇക്വേഷൻ. c is equal to nu lambda. ന്യൂ എന്തുവാ? ഫ്രീക്വൻസി. ലാംഡ എന്തുവാ? വേവ് ലെങ്ത്. +1 വേവ് ഇക്വേഷൻ. +1 ഫിസിക്സ് വേവ്സ് വേവ് ഇക്വേഷൻ. c is equal to nu lambda. c എന്തോ സ്പീഡ് ഓഫ് ലൈറ്റ്, ന്യൂ എന്തോ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, ലാംഡ എന്തോ വേവ് ലെങ്ത്. ആണോ? ഇവിടുന്ന് കിട്ടും സാധനം ന്യൂ ഇസിക്കൽ എന്ത് കിട്ടും? c/λ. അതിവിടെ കൊണ്ട് കൊടുക്കാവോ? അപ്പൊ hc/λ കിട്ടിയോടാ. ഇനി ഈ ഉണ്ടല്ലോ, ഈ ഫിസിക്സിൽ സാധാരണ എനർജിക്ക് എപ്പോഴും യു എന്നൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി ഓർമ്മ യു. നമ്മൾ യു ആ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് യു മതി, ഈ വേണ്ട. ശരിയാണോ? എടാ സി താഴോട്ടും കൊണ്ടുവരട്ടെ. ഇവിടെ കേൾക്കുന്നുണ്ടോ? ഈ സി കണ്ടോ? സി ഇവനെ യുവിന്റെ താഴെ കൊണ്ടുവരട്ടെ. അപ്പൊ u/c എന്നാവോ? വിച്ച് ഈസ് ഈക്വൽ ടു h/ എന്തുവായിരുന്നു? h/λ. h/λ എന്തുവായിരുന്നു അല്ലേ? എടാ ലാംഡ താഴോട്ട് കൊണ്ടുപോവാ. അപ്പൊ p is equal to h/λ അല്ലേ? അപ്പൊ h/λക്ക് വരെ എന്തെഴുതാം? p. കിട്ടിയോ? ഇക്വേഷൻ കിട്ടിയോ? ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി വെച്ചിട്ടേ ഉള്ളൂ ടെക്സ്റ്റ്. കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. u/c മനസ്സിലായി? അങ്ങനെ കിട്ടിയത് ലാംഡ h/p. ഇനി എനർജി hν അല്ലെ? hc/λ.
എനർജിയെ യു എന്നാ വിളിക്കുന്നത് ഫിസിക്സിൽ എപ്പോഴും. അപ്പൊ യു ഇസിക്കൽ ടു എച്ച് സി ബൈ ലാംഡ. സി യുവിന്റെ താഴെ കൊണ്ടുവന്നു. അപ്പൊ യു ബൈ സി ആയല്ലോ. ഇനി എച്ച് ബൈ ലാംഡ എന്തുവാ? പി. യു ബൈ സി, അതാണ് പി. ക്ലിയർ? ക്ലിയർ ആണോ? അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മൊമെന്റം ക്യാരി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എത്ര മൊമെന്റം ക്യാരി ചെയ്യുന്നുണ്ട്? യു ബൈ സി. എത്ര? യു എന്തുവാ? എനർജി. സി എന്തുവാ? സ്പീഡ് ഓഫ് ലൈറ്റ്. എത്ര? മനസ്സിലായോ? ഇതോടെ പ്രോപ്പർട്ടീസ് അവസാനിച്ചു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ. ക്ലിയർ ആയോ എല്ലാവർക്കും? 8 എണ്ണവും ക്ലിയർ ആണോ? ഓക്കെ ആണോ? എഴുതിയിട്ട്